ഇപ്പോൾ പലരുടെ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര തന്ത്രിമാരായിട്ട് വരുന്ന ആളുകൾ ക്ഷേത്രവുമായിട്ട് ആജന്മ ബന്ധമുള്ള ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശബരിമല തന്ത്രിയുടെ സാന്നിധ്യമാണ് ഒരു പരിധി വരെയെങ്കിലും ശബരിമലയുടെ പരിപാവനം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാര്യം. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം തന്ത്രിമാർക്ക് ആവശ്യമുള്ള ഒരു പ്രാധാന്യം കൊടുക്കാനോ അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശബരിമല ഉണ്ടായ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ സ്വർണം നഷ്ടപ്പെട്ടു പോയതിൽ തന്ത്രിമാർക്ക് ഒരു പങ്കുമില്ല. അവരോട് പലപ്പോഴും ചോദിക്കാറില്ല, ആലോചിക്കാറില്ല. തങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുള്ളവരാണ് എന്ന് കരുതുന്ന ഒരു പറ്റം രാഷ്ട്രീയക്കാർ അവർ നമ്മുടെ ക്ഷേത്രം ഭരിച്ച് മുടിക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ ഒരു പൗരൻ, ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അങ്ങേക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഞാനൊരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പ്രതികരണം പറഞ്ഞതേ. തന്ത്രിമാരുടെ വാക്ക് അവസാന വാക്കായിട്ടാണ് സങ്കല്പിക്കുന്നതെങ്കിലും നമ്മുടെ ക്ഷേത്രം കൊള്ളയടിക്കാൻ വരുന്നവർ പലപ്പോഴും തന്ത്രിമാരുടെ വാക്കുകൾ കേൾക്കാറില്ല എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ശബരിമല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ഗുരുവായൂർ തന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ വാക്കിന് എന്താ പറഞ്ഞ ശബരിമല തന്ത്രി കമ്മിറ്റി മെമ്പറല്ല, ഇവരെ കമ്മിറ്റി മെമ്പറാണ്. തന്ത്രി കമ്മിറ്റി മെമ്പറാണ്. പിന്നെ ആക്ച്വലി പ്രത്യേകം ഉണ്ടെങ്കിൽ തന്ത്രി ഈസ് എ ഫൈനൽ അതോറിറ്റി സ്പീച്ച്, സെറിമോണിയൽ ആൻഡ് ഫങ്ഷൻ, ആ ആചാരങ്ങളെല്ലാം ഫൈനൽ അതോറിറ്റി തന്ത്രിയാണ്. തന്ത്രിയുടെ വാക്കിന് ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. സുപ്രീം കോടതി അടക്കം ഒരു അധികാരമുണ്ട്. അതിൻ്റെ മുകളിൽ ആരും കൈവയ്ക്കാറില്ല അധികാരം. കാരണം കൈവച്ചാലും അത് കോടതി അതിനെ അംഗീകരിക്കില്ല അവസാനം. അപ്പം നമുക്ക് അകച്ച കാര്യങ്ങൾ, ഈ മതിലിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ, അത് നമുക്ക് നന്നായി കൊണ്ടാക്കാൻ പറ്റും. പുറത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്താ വെച്ചാൽ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് നമ്മളൊക്കെ നേരാക്കാൻ പറ്റില്ല അതൊക്കെ. അപ്പോൾ ഞാൻ മതിൽക്കൊക്കെ മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അതിൽ മാക്സിമം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിൽ എന്നാൽ തന്നെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കിപ്പോൾ ഒരു നല്ലൊരു കർമ്മം ചെയ്യാൻ നമ്മളിപ്പോൾ എഴുതി കുറച്ച് അത് പാസ്സായി വരുമ്പോഴേക്കും 100 ചോദ്യങ്ങൾ അതുപോലെ ലെക്ചേഴ്സ് കൂടിയില്ലോ, ഇവിടെ കൂടിയില്ലോ, അത് കൂടിയില്ലോ, നമ്മളിതൊക്കെ കണക്കാക്കിയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇതൊക്കെ അതുമ്പോഴാണ് വലിയൊരു ചോദ്യങ്ങൾ ഓരോന്ന്. പക്ഷേ ഇപ്പോൾ കുറേ കുറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 4 കൊല്ലം ഏസ് വന്നത്, എൻ്റെ ജ്യേഷ്ഠനായിരുന്നു അതിന് മുമ്പ്. അപ്പോൾ ഞാൻ വന്ന ശേഷം അങ്ങനെ ഞാൻ കാഴ്ച ചെയ്ത് നോക്കുന്നതിൻ്റെ മാതിരിയാണ് അത് പാസ്സാക്കി വരുന്നത്. ആരും ഇപ്പോഴത്തെ കമ്മീഷൻ എതിര് പറയാറില്ല, അതൊക്കെ പാസ്സാക്കി പോകുന്നത്. പൊതുവെ ഉണ്ടാവുന്ന ഒരു വിഷയം ഞങ്ങളുടെ ഭാഗത്ത് ഇത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ പുറപ്പെട്ടാൽ ഇല്ലെങ്കിൽ അതിൻ്റെ അതിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ചെലവ് കൂടുതൽ കണ്ടുപിടിക്കാനുള്ള താല്പര്യമാണ് അവർക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അത് ചില ഭാഷ കൂടുതലും ചില ഭാഷ കുറവുണ്ടാവും, അത് കുറച്ചുണ്ടാവും, ഇല്ലാന്ന് പറയാനില്ല. പക്ഷെ ആകെ മൊത്തത്തിൽ ചെയ്യാമോ നോക്കുക, അത് പാസ്സാക്കി വിടുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അക്വലിങ്ങനെ എഴുതിയില്ലാക്കില്ല. ഇതിപ്പോൾ ഇക്കൊല്ലം എഴുതി കുറച്ച് അടുത്ത കൊല്ലത്തേക്കേ പറ്റുള്ളൂ. അടുത്ത കൊല്ലത്തേക്ക് എന്താ ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല. അതൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങളിലായിട്ടില്ല എഴുതുന്നു. അപ്പോൾ ഒന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോയിൻമെൻറ്റ് മലയാളത്തും ഒക്കെ എല്ലാം ചെയ്തോ അത് നോക്കാറില്ല. മൽക്കകം അല്ല, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് എനിക്കറിയാം. അവിടെ ഈ മരാമത്ത് പണികളുടെ ക്വാളിറ്റി വളരെ മോശമാണ്. വലിയൊരു അഴിമതിയുടെ കേന്ദ്രമാണ് ഈ ട്രാവൻകൂർ ദേവസ്വത്തിൻ്റെ മരാമത്ത് വകുപ്പെന്ന് ഞാൻ പറയുന്നത്. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു കോളേജിൽ പഠിപ്പിച്ച ആളാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്. കേരള PWDയേക്കാൾ കൂടുതൽ അഴിമതി അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ദേവസ്വം കൊടുക്കുന്ന കോൺട്രാക്റ്റ് വർക്കിൻ്റെ അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ ഒരു സംവിധാനം ഇതുവരെയുണ്ടോ? ദേവസ്വം എൻജിനീയേഴ്സ് ഉണ്ട് നോക്കാനൊക്കെ. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ശരിക്കും ഒരു 10 ലക്ഷം രൂപ വേണ്ട സെൻസ്, അത് സെൻസ് വെച്ച് നിൽക്കുക. സെൻസ് വെച്ചാൽ ഈ സെൻസ് ഏറ്റവും ലോവസ്റ്റ് സെൻസ് വേണം കൊടുക്കാൻ. അപ്പോൾ ഒരു 5 ലക്ഷം രൂപയ്ക്ക് പണിയാന്ന് പറഞ്ഞാൽ ഈ 10 ലക്ഷം വേണ്ട ദിവസം 5 ലക്ഷം ചിലവാക്കാൻ പറ്റും. അതിൽ ഇനി പല മിശ്രങ്ങൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതൊക്കെ വേറെ ഉണ്ടാക്കാനൊക്കെ. അപ്പം ആ ക്വാളിറ്റിയിൽ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം സെൻസ് ഇല്ലാണ്ട് ഇനിയിപ്പോൾ സെൻസ് ഇല്ലാണ്ട് കേൾക്കാച്ച എങ്ങനെയാണ് ചോദിച്ചാൽ അതിപ്പോൾ എനിക്കൊരു സമാധാനമൊന്നുമില്ല പറയാൻ. ഈ സെൻസിൽ പലപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. മൊത്തം ശരിക്കും ആക്വൽ ചെയ്ത് 10 ലക്ഷം വെച്ചാൽ 5 ലക്ഷത്തിന് അത് പണിയാമെന്ന് പറഞ്ഞാൽ അയാൾക്കാണോ കൊടുക്കുന്നത് അതോ 10 ലക്ഷത്തിനാണോ കൊടുക്കുന്നത് എന്നൊരു തീരുമാനിക്കാൻ നമുക്കത് ചെയ്യാൻ. നമ്മൾ 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ ചോദിക്കും 5 ലക്ഷത്തിൻ്റെ
ഇത് എല്ലാ ഭക്ഷ്യശാലത്തിന് കുറച്ച് ചോദിച്ചാലും ചോദിക്കും. അപ്പം എൻ്റെ ഈ പരിപാടി ഇറങ്ങുന്ന 5 കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു കുറേയൊക്കെ സംഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ലോക സ്റ്റാൻസ് എല്ലാം നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതിപ്പോൾ ഗവൺമെൻറ് ആകുമ്പോൾ അതിലേറെ വയ്യ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇപ്പം എങ്ങനെയായാലും നേരെ പോയി വെച്ചാൽ എനിക്ക് ഉത്സവമൊന്നുമില്ല. പിന്നെ വളരെ കൂടുതൽ ഭക്തർ തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ് ശബരിമല. ക്രൗഡ് നിയന്ത്രിക്കുക വളരെ ബുദ്ധിമുട്ടാണ്, അതൊരു തലവേദന തന്നെയാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും വളരെ അപൂർവമായിട്ടെങ്കിലും നമ്മുടെ കുറച്ചു കാലം മുമ്പ് ഒരു സ്ത്രീയെ ഒരു സെക്യൂരിറ്റി ഗാർഡ് പിടിച്ചു തള്ളി സംതിങ് അതുപോലൊരു വാർത്ത കേട്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഇതിലെ സെക്യൂരിറ്റി നിൽക്കുന്ന ഭക്തജനങ്ങളെ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് വേണം. കാരണം അവിടെ വരുന്നത് ദിവസങ്ങളോളം കാത്തിരുന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരികയാണ്. ഒരു നിമിഷാർത്ഥ നേരമേ അവർക്ക് കിട്ടത്തുള്ളൂ. അവരോട് കുറച്ചൊന്ന് ഒരു സ്നേഹപൂർവ്വം പെരുമാറാനും മാന്യമായി പെരുമാറാനും ആവശ്യമായ ഒരു പരിശീലനം നമ്മുടെ സ്റ്റാഫിന് കൊടുക്കേണ്ട അനിവാര്യമാണെന്ന് തോന്നുന്നു. അത് നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഓരോ കൊല്ലത്തിലാണ് ഇപ്പം നമ്മൾ ഈ സെക്യൂരിറ്റിക്കാരെ എടുക്കുന്നത്. ഈ സെക്യൂരിറ്റിക്കാരെ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇന്ന ഭക്തന്മാരാണ് നമ്മളത്. അത് കാരണം അവർ എന്ത് പറഞ്ഞാലും മറ്റൊന്നും പറയരുത്, വളരെ സൗമ്യമായിട്ട് പറഞ്ഞതൊക്കെ നമ്മൾ ഒരു ക്ലാസ്സൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്, ജോലിക്ക് വരുന്നത്. പക്ഷെ കുറേ കഴിഞ്ഞാൽ ഈ ഗതി കച്ചാൽ പുല്ല് തിരിഞ്ഞാന്ന് പറഞ്ഞില്ലേ, ചില ആൾക്കാരുടെ കുഴപ്പവും ചില ഭക്തന്മാരുടെ കുഴപ്പമൊന്നും കഴിയില്ല, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സെക്യൂരിറ്റിക്കാർ അതിൽ ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് ദേവസ്വം നിയമം, അങ്ങനെയാണ് ദേവസ്വം. അത് ചിലർക്ക് പറഞ്ഞു പോകുന്നില്ല, എല്ലാവരും ഒരുപോലെ ആയിക്കോണമെന്നില്ലല്ലോ. പക്ഷെ പൊതുവെ അക്ഷരങ്ങൾ കുറവാണെന്നാണ് ഞാൻ ധരിച്ചേക്കുന്നത്. ഗുരുവായൂർ ചിലരുണ്ടാവട്ടോ ഈ 10-100 സെക്യൂരിറ്റിക്കാരുണ്ട്. അതിലിപ്പോൾ ഒരാളും മോശമായാൽ മതിയല്ലോ ഇത് വരാം. അപ്പോൾ അതുണ്ടായിരിക്കും ഇല്ലയെന്ന്. പക്ഷെ വളരെ നമ്മൾ അങ്ങനെ വളരെ വിവരങ്ങൾ കിട്ടിയാൽ നമ്മൾ അയാളെ പ്രത്യേകം വിളിച്ച് ഇതാക്കും, അല്ലെങ്കിൽ അയാളെ ഒഴിവാക്കും. അങ്ങനെയൊക്കെ ദിവസം ചെയ്യാറില്ല. അല്ല, ഇവർക്ക് അവരുടെ കൃത്യമായ നെയിം ബോർഡും ഒരു നമ്പറോ എന്തെങ്കിലും അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് അത് കൊടുക്കുന്നു. പേരോ പരാതിപ്പെട്ടാൽ നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് ഒരു ദിവസം എടുക്കാറുണ്ട്. അല്ല, നടപടി എടുക്കുക എന്നുള്ള ഒരാളെ പുറത്താക്കല്ല, ഒരാളെ പുറത്താക്കി അയാളെക്കാട്ടി മോശം അത് നേരെയാക്കാൻ പറ്റില്ല. അവരുള്ള ആളുകൾക്ക് അവരുടെ ഒരു മാനസിക ഭാവം ഒന്ന് മാറ്റിയാൽ മതി, പ്രശ്നങ്ങളൊന്നും. പക്ഷേ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നത്, ഞാൻ പിന്നെ ഡൽഹിയിൽ നിന്ന് വന്ന ചില VIPസുമായിട്ട് ദർശനത്തിന് പോയതാണ് അവിടെ. പക്ഷേ അവിടുത്തെ പിന്നെ ചിലരുടെ പെരുമാറ്റം വളരെ വളരെ മോശമായിരുന്നു. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് വന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പിന്നെ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് പരാതി പറയാൻ പോയില്ല, കാരണം ഒരാളെ ജോലികളെ നമുക്ക് അതിൻ്റെ താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ വളരെ പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നവരുള്ള പെരുമാറ്റം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നിർഭാഗ്യകരമല്ലേ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞത് ഗുരുവായൂർ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോഴും ഒരു ചെറിയ ഒരു കംപ്ലൈൻറ്റ് പോലും ഉണ്ടാകാതെ ഒന്ന് നോക്കാറുള്ള അങ്ങനെ വേണമെന്നില്ല മോഹം. ആർക്കും ഒരു ആക്ഷേപമില്ലാതെ നിൽക്കുന്നത് നമ്മുടെ മോഹം അങ്ങനെയാണ്. പക്ഷേ സെയിം ഞാൻ പറയാം, കഴിഞ്ഞ ഞായറാഴ്ച ഈ ക്യൂ ഇവർക്കായിരുന്നു. ഇങ്ങനെ കിഴക്കോട്ട് പോയി തെക്കോട്ട് പോയി ഇങ്ങനെ പറഞ്ഞ് ഈ ബസ് പഠിക്കലാണ് ഈ വടക്കേ ഭാഷയാണ് ക്യൂ നിൽക്കണം. ഇത്രയും ആൾക്കാർ 2-3 മണിക്കൂറിനുള്ളിൽ സ്വീകരിക്കാം. അപ്പോൾ ആൾക്കാരും അമ്പലത്തിനുള്ളിൽ വെച്ചാൽ നീങ്ങില്ല ഒക്കെ. അതിപ്പോൾ സ്വാഭാവികമാണ്. എല്ലാവരും ദേവൻ്റെ മുമ്പിൽ വെച്ചാൽ അവർ എത്രയും നിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരും മോഹം. അതിനെ നമ്മൾ കുറ്റം പറയാനില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കാം, ബാക്കിൽ ആൾക്കാരുണ്ട്, നമ്മളെപ്പോലെ ക്യൂ നിന്ന ആൾക്കാർ പിന്നിൽ വരുന്നുണ്ട്. നമ്മളും കൂടി ചിന്തിച്ചൊന്ന് മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ കുറേയും കൂടി ഇത് എളുപ്പമായി വരുന്നു. പക്ഷെ അത് ചിന്തിക്കാൻ ആർക്കും പ്രശ്നമില്ല. മുമ്പിലേക്ക് അയച്ചാൽ എല്ലാവരും നിൽക്കണം. ഗുരുവായൂരപ്പനെ കണ്ട് എത്ര നേരം നിൽക്കാൻ പറ്റും അത്ര ഒരാൾ 1 മിനിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യൂവിൻ്റെ നീളം വളരെ കൂടുതൽ വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇത്രയും ഭക്തജന തിരക്ക് വരുമ്പോൾ ഇവരെ മാനേജ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ കോവിഡിന് ശേഷം ഇത്രയും തിരക്ക് വേറെ ലൈനിലാവും തോന്നില്ല ഗുരുവായൂർ. ദിവസം നമ്മൾ ഇപ്പം മുമ്പെയൊക്കെ ചൊവ്വാഴ്ച കുറച്ച് തിരക്ക് കുറേ വിചാരിക്കും. അന്ന് ആ വയസ്സും കൂടുതൽ എന്താ ചെയ്യാം. അല്ല, നമ്മൾ അവർക്ക് എല്ലാവർക്കും നല്ല മോഹമാണ്, സ്ലോറിൽ മോഹമാണ്. ക്യൂ നിൽക്കാൻ ഇത്രയും ക്യൂ നിൽക്കും പോലും ആൾക്കാർ തിരക്ക് കുറയുകയാണ്. അപ്പോൾ അത് ഭക്തിയുടെ ഒരു തന്നെയാണ്, ഗുരുവായൂരപ്പൻ ഭക്തിയുടെ തന്നെയാണ്. അപ്പം വളരെ ഭക്തന്മാരും ഒന്ന് ശ്രദ്ധിക്കുക.
ബസ് സെക്യൂരിറ്റിക്കാർ വേണം വേണ്ടത്, ഭക്തന്മാരും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാതെ. നമ്മളിപ്പോൾ VVIPs ഒക്കെ വരുന്ന സ്ഥലമാണ് ഗുരുവായൂർ. അടുത്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നിരുന്നു, പ്രസിഡന്റ്, എല്ലാവരും വരുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഈ VVIP വിസിറ്റ് അത് തന്ത്രി എന്നുള്ള നിലയിൽ അങ്ങേക്കതൊരു ഫീൽ എങ്ങനെയാണ്? VVIP വിസിറ്റ് ആവശ്യമില്ല, കാരണം ഗുരുവായൂരപ്പന് ലോകം അറിയാൻ അത് ആവശ്യമാണ്. പക്ഷേ സെക്യൂരിറ്റി പേരിൽ എത്രയോ മണിക്കൂറുകളും ഭക്തന്മാർ നമ്മൾ സാധനം വെച്ചിട്ടുണ്ട്. അത് സെക്യൂരിറ്റിക്കാർ മനസ്സിലാൽ സന്തോഷമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് 6 മണി തൊട്ട് 10 മണി വരെ ആൾക്കാർ വിശ്വസിച്ചില്ല. അദ്ദേഹം വന്നത് 7:15 അമ്പലത്തേക്ക് എത്തിയേക്കാണ്. വന്നു ഒരു 15 മിനിറ്റ് തൊഴാൻ, അത് കഴിഞ്ഞ് സുരേഷ് ഗോപിയുടെ കല്യാണത്തിൽ പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം വരുന്ന ശ്രീവത്സത്തിൽ പോയതിന് ശേഷമാണ് ഭക്തന്മാരെ അറസ്റ്റൊക്കെ വെച്ചേക്കുന്നത്. അതിലൊക്കെ കുറച്ച് കുറവ് വെച്ചാൽ ഈ 6 മണിക്ക് നിൽച്ചാൽ 7 മണി 7 അദ്ദേഹം അതിനെ തൊട്ടുമ്പോൾ നിൽക്കാൻ മതി ആൾക്കാർ തോന്നിക്കുക. അങ്ങനെയൊക്കെ അത് സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമാണ്. അത് അവർ പറയാൻ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, കാരണം അവർ വേണമെന്ന് സ്ഥിരമാക്കാനേ പറ്റുള്ളൂ. അവരും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ നന്നാവും, കുറച്ചും കൂടി ആൾക്കാർക്ക് തൊഴാൻ പറ്റിയെന്ന് പറയുന്ന സമയം. ഇനിയും കൂടുതൽ VIP-മാർ വരട്ടെ. ഗുരുവായൂരപ്പൻ്റെ കാണാനാണല്ലോ ഇവരെല്ലാം വരുന്നത്. എന്തായാലും ശരി, ഗുരുവായൂർ മേൽശാന്തിയായി, ഗുരുവായൂർ തന്ത്രിയായിട്ട് ഇരിക്കാൻ അങ്ങേക്കൊരു നിയോഗം ഈ ജന്മത്തിൽ കിട്ടിയത് വലിയൊരു പുണ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ വളരെ ഏറെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം, ഒരു അവസരം കിട്ടിയത്. ജനഭൂമിക്ക് വേണ്ടി ഇത്രയും സമയം തിരക്കിനിടയിൽ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ജനഭൂമിക്ക് വേണ്ടി എൻ്റെ നന്ദി. ജനഭൂമി ഉത്സവം ഐശ്വര്യം പ്രാപിക്കാനും ഗുരുവായൂരപ്പന് അനുഗ്രഹം കരുതാൻ ഞാനും പ്രാർത്ഥിക്കാം. നന്നായി അവസ്ഥ എന്തോ മുജ്ജമ്മ സുഹൃത്തും കൊണ്ടും ഗുരുവായൂരപ്പൻ നിൽക്കുന്നതും എനിക്ക് ഈ കുടുംബത്തിൽ ജനിക്കാനും ഇവിടെ പൂജാരികൾ കർമ്മങ്ങൾ ചെയ്യുക, സാന്ത്വന പ്രവർത്തനം നടത്താനും വളരെ എളുപ്പത്തിൽ ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചു. അത് ഈ നേരാമനെ കൊണ്ടു നടക്കാൻ ഗുരുവായൂരപ്പന് അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. എല്ലാ ഭക്തന്മാരും അതിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.